ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇതിന് മുന്നേ 4 ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നോ ഗ്ലൂ ചലഞ്ച് സീരീസിൻ്റെ ഭാഗമായിട്ട്. അതിനെനിക്ക് നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നിരിക്കുന്നത്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചതിലും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചലഞ്ച് സീരീസിൻ്റെ ലോങ് വീഡിയോസ് ഞാൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ആ ചലഞ്ച് സീരീസിൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം ഞാനൊരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ആ A4 ഷീറ്റ് പേപ്പറിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. മടക്കി കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അത് നൂത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള അടയാളങ്ങളെല്ലാം ആ പേപ്പറിൽ നല്ലപോലെ പതിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ ആ പേപ്പർ നോക്കുമ്പം എൻ്റെ അടയാളമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. 3 സ്ഥലത്തായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മടക്കി കൊടുക്കുന്നതാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചാണ്, അപ്പോഴേ നിങ്ങൾക്കത് എങ്ങനെയാണ് മടക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ നിങ്ങൾ ആ വീഡിയോ കാണുമ്പം മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സ്ലോയിലാക്കിയിട്ട് ഇട്ടേക്കുന്നത്, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ഇതുപോലെ ഞാൻ മടക്കി എടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ മടക്കുന്നത്, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണോ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണോ, ഇങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഔട്ട് നമ്മൾ ആ ബുക്കിന് കിട്ടത്തുള്ളൂ. ഇങ്ങനെ മടക്കി എടുത്ത ശേഷം ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണോ തിരിച്ച് വെക്കുന്നത്, അപ്പോഴത്തേക്ക് ബൈൻഡിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് ഭാഗമാണെന്നുള്ളത് ലാസ്റ്റ് മടക്കി കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ ഗൈസ്, നമ്മൾ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഫ്രണ്ട് പേജിൽ ഒരു ഫേസ് വരച്ചു കൊടുക്കാം, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫേസ്. നമ്മൾ മിനി നോട്ട്ബുക്ക് അല്ലേ, അപ്പോൾ അത്രയ്ക്ക് ക്യൂട്ടാവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫേസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞാൻ ഗ്ലൂ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പേപ്പർ മാത്രമേ ഉള്ളൂ. പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അത് കറക്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് അടിക്കാതെ കാണുക കേട്ടോ. അപ്പം സിമ്പിളാണ്, ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നേരെ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം. അടുത്ത ചലഞ്ച് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ഇൻവിറ്റേഷൻ കാർഡാണ്. ഇത് അത്യാവശ്യം കട്ടിയുള്ള കാർഡാകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന് കറക്റ്റ് കട്ടി കിട്ടും. അതുകൊണ്ട് നല്ല കട്ടിയുള്ളൊരു കാർഡ് എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പം ആ ഒരു കാർഡിനെ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. അപ്പം 3ആയിട്ട് നമുക്ക് വേർതിരിക്കണം. അതുകൊണ്ട് ഒരു ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻസിൽ ഞാൻ ഇതുപോലെ 3ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡിൽ നിന്നും ഒരു 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് സ്കെയിൽ വെച്ച് വരച്ച് കൊടുത്തിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തും, എന്നിട്ട് അതും ഒന്ന് മടക്കി കൊടുക്കണം. ആ മടക്കിയ ഭാഗമൊക്കെ ഒന്ന് നൂത്തെടുത്തിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ ഗൈസ്, ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീഡിയോയിൽ കാണിച്ച ഭാഗത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനാദ്യം നമുക്ക് കറക്റ്റ് എക്സാക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പെന്നോ പെൻസിലോ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് 2 സൈഡും കട്ട് ചെയ്തെടുക്കാം. എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്, ഞാൻ വീഡിയോ ഓഫായി പോയത് അറിഞ്ഞില്ല. അപ്പം ഞാൻ ഈ ഹോൾ ഇടുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുർത്ത എന്തെങ്കിലും വെച്ചിട്ട് ഹോൾ ഇടാവുന്നേ ഉള്ളൂ. പഞ്ചിങ് മെഷീൻ ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ആ ത്രെഡ് ആണ് നമ്മളിത് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. എന്നിട്ട് ആ ത്രെഡിനെ ഞാൻ ഇതുപോലത്തെ ഒരു പെന്ന് ഉപയോഗിച്ചിട്ട് ആ ഹോളിനകത്തോട്ടൊന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചിങ് മെഷീൻ ആണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല, കാര്യം വലിയ ഹോളായിരിക്കുമല്ലോ. അപ്പം ഞാൻ പഞ്ചിങ് മെഷീൻ വെച്ചിട്ടല്ലല്ലോ ഹോൾ കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ 2 ത്രെഡിനെയും ഞാൻ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഗൈസ്, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്കിതുപോലൊന്ന് കോർത്തെടുക്കാം കേട്ടോ. അങ്ങനെ കോർത്തെടുത്തിട്ട് ഇതുപോലെ ഫൈനൽ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഗ്ലൂ ഒന്നും ഉപയോഗിക്കാത്ത പേപ്പർ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ പെന്നൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ആ ത്രെഡൊന്ന് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ പൗച്ച് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങൾ കണ്ടാണല്ലോ, ഗ്ലൂ ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ത്രെഡും ഒരു ഇൻവിറ്റേഷൻ കാർഡും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീട്ടിലൊക്കെ വെക്കാനായിട്ട് ഈ ഒരു പൗച്ച് ധാരാളമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 2 ചെറിയ വീഡിയോ ആയിരുന്നു ഗ്ലൂസ് ഉപയോഗിക്കാതെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്